പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഒന്നും അറിയാത്ത ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ സാധാരണ പാനിക്കാകാറുണ്ട്. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം അറിയില്ലെങ്കിൽ പോലും എങ്ങനെ ബുദ്ധിപരമായി എഴുതി മാർക്ക് സ്കോർ ചെയ്യുന്നതിനുള്ള 5 ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ടിപ്പ് നമ്പർ 1, ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ആദ്യം ചെയ്യേണ്ടത് ആ ചോദ്യം ഒന്നല്ലെങ്കിൽ 2 തവണ നന്നായി വായിക്കുക എന്നതാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് പരിചിതമായ ഏതെങ്കിലും ഒരു കീവേഡ് ഉറപ്പായും ഉണ്ടാകും. ആ വാക്കുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണോ നിങ്ങൾക്ക് അറിയാവുന്നത് അത് എഴുതാൻ ശ്രമിക്കുക. ടിപ്പ് നമ്പർ 2, സ്റ്റെപ്പുകൾക്ക് മാർക്കുണ്ട്. പ്രത്യേകിച്ച് മാത്സ് അല്ലെങ്കിൽ സയൻസ് പരീക്ഷകളിൽ ഫൈനൽ ആൻസർ തെറ്റിയാലും സ്റ്റെപ്പുകൾക്ക് മാർക്ക് ലഭിക്കാറുണ്ട്. ചോദ്യത്തിലുള്ള വിവരങ്ങൾ എടുത്തെഴുതുക. അതിന് അനുയോജ്യമായ ഇക്വേഷൻസ് അറിയാമെങ്കിൽ അതും എഴുതുക. ഇത് നിങ്ങൾക്ക് കുറഞ്ഞത് 1/2 അല്ലെങ്കിൽ 1 മാർക്ക് വരെ നേടിത്തരും. ടിപ്പ് നമ്പർ 3, പോയിന്റുകളായി എഴുതുക. ഒരു വലിയ പാരഗ്രാഫായി എഴുതുന്നതിന് പകരം പോയിന്റുകളായി എഴുതാൻ ശ്രമിക്കുക. മെയിൻ ഹെഡിങ്ങും സബ് ഹെഡിങ്ങും നൽകുന്നത് പേപ്പർ നോക്കുന്ന അധ്യാപകന് ഉത്തരങ്ങൾ വ്യക്തമാണെന്ന തോന്നൽ ഉണ്ടാക്കാൻ സഹായിക്കും. പ്രധാനപ്പെട്ട വരികൾ അടിവരയിടാൻ മറക്കരുത്. ടിപ്പ് നമ്പർ 4, ചിത്രങ്ങളും ഡയഗ്രമുകളും വരയ്ക്കാൻ ശ്രമിക്കുക. തിയറി അറിയില്ലെങ്കിൽ പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഡയഗ്രാം വരയ്ക്കാൻ ശ്രമിക്കുക. ഒരു ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുന്നത് നിങ്ങളുടെ ഉത്തരത്തിന് കൂടുതൽ മൂല്യം നൽകും. പലപ്പോഴും വിവരണത്തേക്കാൾ കൂടുതൽ മാർക്ക് ചിത്രങ്ങൾക്ക് ലഭിക്കാറുണ്ട്. ടിപ്പ് നമ്പർ 5, എല്ലാ ക്വസ്റ്റ്യനും അറ്റംപ്റ്റ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ചോദ്യവും ആൻസർ ഷീറ്റിൽ എഴുതാതെ വിടരുത് എന്നതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത പരീക്ഷകളിൽ നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും അടുത്ത ഉത്തരങ്ങൾ എഴുതുക. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് ലഭിച്ചേക്കാം. അപ്പോൾ അടുത്ത തവണ പരീക്ഷ എഴുതുമ്പോൾ ഉത്തരങ്ങൾ അറിയില്ല എന്ന് കരുതി പേടിക്കേണ്ട. ഈ ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കൂ. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ടിപ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.